അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം. ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ലിസ്റ്റിൻ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസിന്റെ 30ാമത്തെ ചിത്രം, ദിലീപേട്ടന്റെ 150ാമത്തെ ചിത്രം, ആദ്യ ദിലീപ് ലിസ്റ്റിൻ സ്റ്റീഫൻ കൂട്ടുകെട്ട്. എന്റെ കഴിഞ്ഞ 2 പടം മാജിക് ഫ്രെയിംസ് ആണ്, ഈ പടം മാജിക് ഫ്രെയിംസ് ആണ്. ഞങ്ങൾ പോകൂല ഇവിടെ. നമ്മുടെ കൂടെ ഉള്ളവരെ അടുത്ത സിനിമ ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു എന്റർടൈൻമെന്റ് സിനിമ ഈ സിനിമ മാറട്ടെ എന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന. എന്നോട് 60-70 ദിവസം എന്ന് പറഞ്ഞ 130 ദിവസത്തെ അവൻ നിർത്തിയത്. ഉണ്ണിയേട്ടൻ പറഞ്ഞു, നീ എന്തുണ്ടെങ്കിലും പേടിക്കേണ്ട, ഫെഫ്ക എവിടെ ഉണ്ടെന്നുള്ളത്. ആവശ്യമുള്ള അത്ര ദിവസം ഷൂട്ട് ഉച്ചഭക്ഷണം എല്ലാവർക്കും ഓരോരോ വീട്ടിൽ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഈ ചിത്രം ഏറ്റവും വലിയ വിജയമാവട്ടെ എന്ന് ഓരോ ചിത്രത്തിലും നമ്മൾ അഭിനയിക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ ഈ സിനിമയ്ക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. എത്രയും വേഗം ഈ സിനിമ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തട്ടെ. പ്രേക്ഷകർ എന്ത് ചെയ്യും നീട്ടി സ്വീകരിക്കട്ടെ. ഈ സിനിമയും ഇതിനു മുമ്പ് ഞാനും ദിലീപും എല്ലാം ചേർന്ന് ചെയ്തിട്ടുള്ള സിനിമകൾ പോലെ ഒരു വൻ വിജയമായി തീരട്ടെ എന്ന് നിങ്ങളോടൊപ്പം ഞാൻ ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ലിസ്റ്റ് നിർമ്മിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളാണ് ഇത് രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട സിദ്ദീഖുണ്ട്, ഒരുപാട് സഹപ്രവർത്തകരുണ്ട്. ഗംഭീര വിജയമാവട്ടെ. കൂടുതൽ സംസാരിക്കുന്നില്ല, കാരണം സംസാരം മുഴുവൻ ലിസ്റ്റിൻ ചെയ്തോളൂ. ദൈവത്തിന് നന്ദി. എൻ്റെ നല്ല സുഹൃത്തുക്കളായ രണ്ടുപേരും ഒന്നിക്കുന്നു, ലിസ്റ്റിൻ ചീഫിനും അതേപോലെ തന്നെ ദിലീപ്. തീർച്ചയായിട്ടും ഈ പടം ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ലിസ്റ്റിൻ പ്രൊഡക്ഷൻ ഹൗസിന് പേരിട്ടത് വളരെ ബുദ്ധിപൂർവ്വമാണ്. ഓരോ സിനിമകളും ഓരോ മാജിക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാജിക്ക് ഈ 150ാമത്തെ സിനിമയിൽ 150ാമത്തെ ദിലീപിൻ്റെ പ്രോജക്റ്റും ലിസ്റ്റിൻ്റെ 30ാമത്തെ സിനിമയിലും അത് ആവർത്തിക്കട്ടെ. ഇവരെ രണ്ടുപേരും, ലിസ്റ്റിനും ദിലീപും കൂടെ ഒന്നിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ പ്രൊഡക്ഷൻ്റെ, ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. വലിയ വിജയം പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനൊപ്പം ഉള്ളൊരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്തട്ടെ. പുതിയ സംവിധായകരും എല്ലാവിധ ആശംസകളും. നിർമ്മാതാവും ദിലീപും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. ശരിക്കും നല്ല സുഹൃത്തുക്കളായതുകൊണ്ട് ആ സുഹൃത്തുക്കളുടെ സിനിമ ഏറ്റവും വലിയ വിജയമാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. അതുപോലെ തന്നെ വലിയ വിജയമാകട്ടെ. ഇതിൻ്റെ സംവിധായകൻ പുതിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ജനഗണമനയുടെ റൈറ്ററുമാണ്. ഇതൊരു മികച്ച ചിത്രമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി. നമ്മുടെ ഡയറക്ടർ ഇവിടെ ഉണ്ട്, ബിന്ദുണ്ട്, ഷാരിസ് ഉണ്ട്. ഷാരിസ് ജനഗണമനയുടെ റൈറ്ററാണ്. എന്റെ കഴിഞ്ഞ 2 പടം മാജിക് ഫ്രെയിംസ് ആണ്, ഈ പടം മാജിക് ഫ്രെയിംസ് ആണ്. ഞങ്ങൾ പോകൂല ഇവിടെ. പറഞ്ഞയച്ചാലും പോകില്ല ലിസ്റ്റിനത്. അടുത്ത പടം മാജിക് ഫ്രെയിംസ് തന്നെ ആവട്ടെ. വലിയ ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിനോട് പോകണം. ബിഗ് ഫാൻ. ദിസ് വിൽ ബി മൈ ഫാൻ മൂവി. താങ്ക് യു. ഷാരിസ് ഇത്രയും മാസം അടിച്ച സ്ഥിതിക്ക് ഞാൻ 2 പടത്തിലും മാജിക് ഫ്രെയിംസിന് അസോസിയേറ്റ് ആയിരുന്നു. ഇപ്പൊ ഡയറക്റ്റ് ചെയ്യുന്നു. ഞാനും പോകുന്നില്ല ഇവിടുന്ന്. ഇരുവേട്ടനോട് പറഞ്ഞു കിടന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. സന്തോഷം, എല്ലാവരും വന്നതിൽ സന്തോഷം. ഇവർ രണ്ടുപേരും എന്നോട് പറഞ്ഞിരുന്നു എന്നെയും കൊണ്ടേ പോവുള്ളൂ. അപ്പൊ അതുകൊണ്ടിട്ട് കുറച്ച് സമയം എടുക്കും, കുഴപ്പമില്ല. എനിവേ ബിൻഡോ കുറെ നാളത്തെ പരിചയമാണ്. ആളൊരു സംവിധാനമായിട്ട് മാറുമ്പോൾ അതും ഷാരിസിന്റെ സ്ക്രിപ്റ്റ് ലിപി വരുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഈ സ്ക്രിപ്റ്റ്, ഈ കഥ ഞങ്ങളുടെ അടുത്ത് വരുമ്പോഴും ഇത് ആര് ചെയ്യുമെന്ന് ഒരു ഡൗട്ട് പോലും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഷാരിസുമായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ദിലീപേട്ടൻ്റെ സിനിമ നമ്മളൊക്കെ കണ്ട് ചിരിച്ചിട്ടുള്ള ആ ദിലീപേട്ടനെ ആയിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ ഒരു ഗംഭീര ഹിറ്റ് നമുക്ക് കൊടുക്കണം ചേട്ടാ. ഇത് ഞങ്ങളൊക്കെ ഒരു ചലഞ്ചാക്കി എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്. വളരെയധികം സന്തോഷം. ഞങ്ങൾ ദിലീപേട്ടൻ്റെ ഒക്കെ സിനിമകൾ ഒത്തിരി കണ്ടിട്ട് ഞങ്ങൾ ചിരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ആ ഒരു ചിരി ഈ സിനിമയിലൂടെ കൊണ്ടുവരാനായിട്ട് ഞങ്ങളുടെ ടീമിന് സാധിക്കും എന്നുള്ള ഒരു പൂർണ്ണ ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. സിനിമയ്ക്കൊപ്പം ഇതുപോലെ ഇങ്ങനെ മരിച്ചു നിൽക്കുന്ന ഒരു അഭിനേതാവ് തുടക്കം മുതൽ ഈ ഓരോ അപ്ഡേറ്റ്സും ഇങ്ങനെ ദിലീപേട്ടനുമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. എനിവേ വളരെയധികം സന്തോഷം. ഇന്ന് ഈ ചടങ്ങിൽ നമ്മൾ ഇന്ന് രാവിലെയൊക്കെ ആയിട്ടാണ് പലരെയും വിളിച്ചത്. പക്ഷെ എല്ലാവരും വന്നു ചേർന്നു. അപ്പം അതുകൊണ്ട് മാജിക് ഫ്രെയിംസിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്.
അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക്സ്. ഉച്ചഭക്ഷണം എല്ലാവർക്കും ഓരോരുടെ വീട്ടിൽ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. വലിയ പ്രഭാഷണമൊന്നുമില്ല, വലിയ സന്തോഷമുണ്ട്. കാരണം ഇതൊരു കുടുംബയോഗം പോലുള്ള പരിപാടിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ലിസ്റ്റുമയുടെ കൂടെ ഒരു സിനിമ ചെയ്യുന്നത്, മാജിക് ഫ്രെയിംസിൻ്റെ കൂടെ. അതുപോലെ പുതിയ സുഹൃത്തുക്കളാണ്. വളരെ സ്നേഹത്തോടും വളരെ ആത്മാർത്ഥപരമായിട്ടാണ് അവർ എന്നോട് കഥ പറയാനും പേഴ്സണലായിട്ടൊക്കെ അവരുടെ ഒരു സമീപനമൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായി. പിന്നെ അവർ പറഞ്ഞ രീതികളുമൊക്കെ. ആദ്യം തന്നെ സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുന്നു. കാരണം ഇതെൻ്റെ 150ാമത്തെ സിനിമയാണ്. ഇവിടം വരെ ഇത്രയും സിനിമകൾ ചെയ്യാൻ സാധിച്ചതിൽ അതിന് അത്രയും സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട നിർമ്മാതാക്കൾ, എൻ്റെ കഥാപാത്രങ്ങളെ വാർത്തെടുത്ത എൻ്റെ പ്രിയപ്പെട്ട സംവിധായകർ, എൻ്റെ എഴുത്തുകാർ, അതുപോലെ എൻ്റെ സിനിമ 2 കൈ നീട്ടി സ്വീകരിച്ച എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, അത് അവരിൽ എത്തിക്കാൻ ശ്രമിച്ച പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ, എല്ലാ മീഡിയയും, എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. ഇത് നിങ്ങൾ ഏറ്റവും കൂടുതൽ എൻ്റെ എന്റർടൈൻമെന്റ് സിനിമ വേണം എന്നുള്ള കാര്യങ്ങളാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ചെല്ലാലും എല്ലാവരും പറയുന്നത്. അതുപോലെ തന്നെ എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു എന്റർടൈൻമെന്റ് സിനിമ ഈ സിനിമ മാറട്ടെ എന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന. അതുപോലെ എത്രയും പേര് വന്നുകൊണ്ട് 26-ാം തീയതി പവി കെയർടേക്കറും വരുന്നുണ്ട്. എന്റർടൈൻമെന്റ് ആണ്, അതുകൂടി പറയുകയാണ്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഒക്കെ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. ഈ സിനിമ ഗംഭീരമാവാൻ ആത്മാർത്ഥമായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരുടെ സഹകരണം എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ലിസ്റ്റുമേ ഇപ്പൊ പറയണ്ടായി, ഇന്ന് രാവിലെയൊക്കെയാണ് പല ആൾക്കാരെ വിളിച്ച് ഓടിയെത്തുന്ന പ്രിയപ്പെട്ട ആൾക്കാരെല്ലാവരും കൂടി ഉണ്ട്. വലിയ സന്തോഷം. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും ആത്മാർത്ഥമായിട്ടുള്ള നന്ദിയും രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു. താങ്ക്സ് എല്ലാം. സത്യം പറഞ്ഞാൽ ഈ സിനിമ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ കൂടെ ഉള്ളവര് ഒരു സിനിമ ചെയ്യുമ്പോൾ, സത്യം പറഞ്ഞാൽ ഞാൻ ക്വീനിലൂടെ വന്നതാണ്. അപ്പൊ ക്വീൻ ചെയ്ത സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾക്ക് പോലും അറിയില്ലായിരുന്നു. ഞാനും ബിൻഡോയൊക്കെ ഒരുമിച്ച് അങ്ങനെ ബുദ്ധിമുട്ടിയാണ് ആ സിനിമ ചെയ്തത്. അപ്പൊ ക്വീനിൽ തീർക്കാനൊക്കെ ഒരുപാട് സഹായിച്ചത് അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ട്, ചീഫ് അസോസിയേറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ ബിൻഡോ വന്നതിന് ശേഷമാണ് ആ സിനിമ തന്നെ എനിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചത്. അതിനുശേഷം ജനഗണമന, അതിനുശേഷം നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യ, ആ സിനിമയിലും പൂർണ്ണമായിട്ടും ബിൻഡോയുടെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ ഉയർത്തിക്കൊണ്ട് വന്ന ഒരുവൻ, അവൻ അടുത്ത സിനിമ ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ അതും പ്രത്യേകിച്ച് ദിലീപേട്ടന്റെ കൂടെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. കാര്യം നമ്മളൊക്കെ പിന്നെ അതേ ലിസ്റ്റിൻ സ്റ്റീഫൻ മാജിക് ഫിലിംസ് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അതായത് ഞങ്ങളിപ്പോ 2 പടമായി. അപ്പോ ലിസ്റ്റിന്റെ കൂടെ തന്നെ പിന്നെ എൻ്റെ സുഹൃത്ത്, ഞങ്ങൾ വന്ന ഷാരിസിന്റെ എത്രയാണ് 6ഓ 7ഓ 6ാമത്തെ പടമാണ്. അതുകൊണ്ട് അവനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ വിൻഡോയിൽ ഞാൻ പൂർണ്ണമായിട്ടും ഹാപ്പിയാണ്. എനിക്ക് 100 അല്ല 150% ഉറപ്പാണ് ഈ സിനിമ വൻ വിജയമാവുക. അപ്പൊ എന്തായാലും ഈ സിനിമ വിജയമാവും, എല്ലാ പ്രാർത്ഥനയുണ്ട്. ഓക്കെടാ, ഓൾ ദ ബെസ്റ്റ്. അസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇവൻ പറഞ്ഞു ലിസ്റ്റിന് എങ്ങനെ പറയും ഇത്ര ദിവസം കൊണ്ടോട്ടൊക്കെ ഷൂട്ട് ചെയ്യണമെന്ന്, അത് തീർക്കണമെന്ന്. പക്ഷെ അതൊന്നും നീ വിശ്വസിക്കരുത്, നീ ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇവ എന്നോട് 60-70 ദിവസം എന്ന് പറഞ്ഞ ഇവൻ 130 ദിവസത്തല്ല അവൻ നിർത്തിയത്. ലിസ്റ്റിന്റെ കണക്കെല്ലാം തെറ്റാ. കൃത്യമായിട്ട് പറഞ്ഞ പോലെ എല്ലാത്തിലും നേരെ തിരിച്ചടിക്കും. 100 ആണെങ്കിൽ 130 ആക്കും. അങ്ങനെ തന്നെ സിനിമയിലും നമ്പേഴ്സ് വരട്ടെ, 100, 150 ഒക്കെ കടന്ന് വരട്ടെ ഈ സിനിമയിലും. അല്ലെ ഉണ്ണി സാർ? ഉണ്ണിയേട്ടൻ പറഞ്ഞു നീ എന്തുണ്ടെങ്കിലും പേടിക്കേണ്ട, ഫെഫ്ക എവിടെ ഉണ്ടെന്നുള്ളത്. ഈ ആവശ്യമുള്ള അത്ര ദിവസം ഷൂട്ട് ചെയ്യണം, നമ്മള് കൂടെയുണ്ട്, ഒരു പ്രശ്നമില്ല. അങ്കിളോ ആരെ വേണമെങ്കിൽ വിളിക്കുക, അത് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാം ഏറ്റവും അത് ശരിയാണ്. അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാമല്ലോ അല്ലേ? അപ്പൊ നമുക്ക് എല്ലാവരും വീട്ടിൽ പോയി കൂടുക.